അപ്പോൾ ഇതിൽ ഏതാണ് സോഫ്റ്റ് സ്കില്ലാണോ, ലൈഫ് സ്കില്ലാണോ, ടെക്നിക്കൽ സ്കില്ലാണോ, എസ്തെറ്റിക് സ്കില്ലാണോ അവിടെ ഡെഫിനിഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്? അടുത്ത സെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ നടന്ന സെറ്റ് എക്സാമിലെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നത്, എന്തെല്ലാമായിരുന്ന ചോദ്യങ്ങളെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഈ 60 മാർക്കിലെ ക്വസ്റ്റ്യൻസ് വന്നതിൽ ഒരു 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്, അത് എങ്ങനെ പഠിച്ചാലാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുക, ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 15 ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ അധ്യാപകർ, ജനറൽ പേപ്പർ എടുക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും ഇതുപോലെ നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസും അത് വന്ന വഴികളും അത് പഠിക്കേണ്ട ഏരിയാസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് എൻട്രിയുടെ ഈ ചാനലിലൂടെ ലഭ്യമാവും. എൻട്രിയിൽ ടീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട്, ടീച്ചിങ് എക്സാമുകളുടെ ഭാഗമായിട്ട് സെറ്റ് എക്സാമിൻ്റെ കോഴ്സ് റണ്ണിംഗ് ആണ്. ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും ഉൾപ്പെടെ മിക്ക സബ്ജക്റ്റുകളും, ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും സെറ്റിൽ കോച്ചിങ്ങിന് നമ്മൾ നൽകുന്നുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എൻട്രി ആയിട്ട് ബന്ധപ്പെടുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം കാണുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക, ഇൻവേർട്ടർ കോമയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടണം. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരാളാണ് അല്ലേ. ഗീതാഞ്ജലി എന്ന് പറയുന്ന ആ ഒരു കൃതി, അതിലൂടെ ഇന്ത്യൻ എസ്തെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ച ഫേമസ് ആയിട്ടുള്ള ആ വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ, കബീർ ദാസ്, അമീർ ഖുസ്രോ, തുളസീദാസ്. കുറേ കവികളുടെ പേരൊക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ വേണേൽ അങ്ങനെ പറയാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈ മനുഷ്യനെ കുറിച്ചിട്ട് ഫിലോസഫിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ ഫിലോസഫേഴ്സിൻ്റെ കൺസെപ്റ്റുകൾ പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു പേരാണ് ഗീതാഞ്ജലി. എന്തായാലും നിങ്ങൾക്കറിയാം, നോബൽ സമ്മാനം വരെ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. രവീന്ദ്രനാഥ് ടാഗോറാണ്. ഓപ്ഷൻ എ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഗീതാഞ്ജലിക്കാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത് 1912 അത് ടാഗോറിൻ്റെ കളക്ഷൻ ഓഫ് പോയംസ് ആണ്. നോബൽ പ്രൈസിന് ലഭിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. നമുക്കറിയാം, ഏറ്റവും പ്രധാനമായിട്ടും ഇന്ത്യക്ക് വളരെ അഭിമാനകരമായിട്ട് നോബൽ സമ്മാനം നേടിയെടുക്കാൻ സാധിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതിയുടെ ക്വസ്റ്റ്യനാണ് വന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിലോസഫേഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ടാഗോർ ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ അവരുടെ കോട്ട്സ്, അവർ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ, കോട്ട്സ് ഒക്കെ തന്നിട്ട് ഇത് ആരുടേതാണ് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. അങ്ങനെയാണ് അടുത്ത ചോദ്യം നോക്കാം. ദ സ്റ്റേജ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് that takes place during young adulthood according to Erikson's theory. The stage of psychosocial development that takes place during young adulthood according to Erikson. എറിക്സൻ്റെ തിയറി, സൈക്കോളജിയിൽ നിന്നാണ് ചോദ്യം വന്നത് അല്ലേ. എറിക്സൻ്റെ തിയറിയിൽ ഓരോ സ്റ്റേജസും പഠിക്കണം. ട്രസ്റ്റ് വെസ് മിസ്ട്രസ്റ്റ്, ജനറേറ്റിവിറ്റി വെസ് സ്റ്റാഗ്നേഷൻ, ഈഗോ ഇൻറ്റഗ്രിറ്റി വെസ് ഡിസ്പെയർ, ഇൻറ്റിമസി വെസ് ഐസൊലേഷൻ. ഇനിയുണ്ട് ഓരോ നമ്മൾ ഏറ്റവും ചെറുപ്പത്തിൽ തൊട്ടിട്ട് യങ് അഡൽഹുഡും അല്ലെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലവും അതിനുശേഷം അഡോളസൻസും അതിനുശേഷം നമ്മുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ ഓരോ ലെവലുകളുണ്ട്. ഒന്നുകിൽ സക്സസ്ഫുൾ ആവുന്ന ഫേസ്, അല്ലെങ്കിൽ അത് ഫെയിലായി പോയാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞിട്ട് വെസ് വെച്ചിട്ട് നമ്മൾ കുറേയേറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. അവിടെ ഏത് സ്റ്റേജിലാണ്, ഏത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് ഈ ടൈം ഒന്ന് ഓർത്തിരുന്നു. ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദ്യം വരാറുണ്ട്. അത് എറിക്സൺ ആണ്. യങ് അഡൽഹുഡ് എന്ന് പറയുന്നത്. യങ് അഡൽഹുഡിൽ ഇതിൽ ഏത് സ്റ്റേജാണ് യങ് അഡൽഹുഡ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എറിക്സൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വരാറുള്ളതാണ്. ഇവിടെ ഇൻറ്റിമസി വെസ് ഐസൊലേഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് നമ്മളൊരു യങ് അഡൽഹുഡിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആളുകളുണ്ടാവും. നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാനും നമ്മളെ തിരിച്ച് സ്നേഹിക്കാനും ആളുകളുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യപ്പെടാം അല്ലേ, പ്രണയങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളുണ്ടാവാം. ഇതല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കാം. ഇതിൽ രണ്ടിൽ ഏത് വരാം. അപ്പോൾ ഇൻറ്റിമസി വന്നാലാണ് അടുത്ത സ്റ്റേജിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റുക. ഐസൊലേഷൻ വന്നാൽ ആ സ്റ്റേജ് നമ്മൾ ഫെയിലാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു തിയറിയാണ് എറിക്സൺ നമുക്ക് മുമ്പിലേക്ക് വെച്ചത്. അതിൽ ഇൻറ്റിമസി വെസ് ഐസൊലേഷൻ ആയിരുന്നു ആ സ്റ്റേജെങ്കിൽ 8 സ്റ്റേജുകൾ നമുക്കൊന്ന് വിലയിരുത്തി പോകാം. ഞാൻ ഈ ഒരു ഡിസ്കഷനകത്ത് ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഫാക്റ്റുകളെ കുറിച്ച് കൂടി മെൻഷൻ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് അടുത്ത പ്രിപ്പറേഷൻ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. ട്രസ്റ്റ് വെസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ അല്ലേ, ശൈശവം എന്ന് പറയുന്നത്, ഇൻഫാൻസി എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് 0 മുതൽ 1 വയസ്സ് വരെ, 1 വയസ്സ് വരെയുള്ള കാലത്താണ് ട്രസ്റ്റ് വെസ് മിസ്ട്രസ്റ്റ് ഉണ്ടാവുന്നത്. വിശ്വാസം, നമുക്കറിയാവുന്ന ഫേസുകൾ. അപ്പോൾ അമ്മേനെ കാണുമ്പോഴൊക്കെ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാരെ നമുക്ക് പേടി, അങ്ങനത്തെ ഒരു സാധനമാണ് ട്രസ്റ്റ് വെസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ആട്ടോണമി വെസ് ഷെയിം ആണ്. ഷെയിം ആൻഡ് ഡൗട്ട് ഏർലി ചൈൽഡ്ഹുഡ് 1 മുതൽ 3 വരെയുള്ള പ്രായത്തിലാണ്. നമുക്കൊന്നെങ്കിൽ നമ്മൾ സ്വയമേവ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നാണക്കേട് വിചാരിച്ച് നമ്മൾ ചെയ്യാതിരിക്കുന്ന ആ ഒരു ഓട്ടോണമി വെസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്ന സ്റ്റേജ് ഏർലി ചൈൽഡ്ഹുഡിലുള്ളതാണ്, 1 മുതൽ 3 വയസ്സ് വരെ. ഇനീഷ്യേറ്റീവ് വെസ് ഗിൽറ്റ്, നമ്മൾ സ്വയം ഇനീഷ്യേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഗിൽറ്റിൽ നമ്മൾ ചെയ്യാതെ നടക്കുന്നു. പ്രീ സ്കൂൾ ഏജിലാണ് ഇനീഷ്യേറ്റീവ് വെസ് ഗിൽറ്റ് എന്ന് പറയുന്ന ആ കാലഘട്ടം, 3 മുതൽ 6 വയസ്സ് വരെ. ഇൻഡസ്ട്രി വെസ് ഇൻഫീരിയറിറ്റി,
ഇൻഡസ്ട്രിയസ് ഇൻഫീരിയറിറ്റി. സ്കൂൾ ഏജ് ആണത്, 6 മുതൽ 12 വയസ്സ് വരെയുള്ള സ്കൂൾ ഏജിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിയസ് ഇൻഫീരിയറിറ്റി ആണ് ആ ഒരു സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഐഡൻറ്റിറ്റി വെസ് റോൾ കൺഫ്യൂഷൻ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. അഡോളസൻ്റ് ഏജിൽ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളിൽ ഐഡൻറ്റിറ്റി വെസ് റോൾ കൺഫ്യൂഷനാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. നമ്മളുടെ ഐഡൻറ്റിറ്റി എന്താണെന്നും നമ്മളുടെ അസ്തിത്വം എന്താണെന്നും ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ സൊസൈറ്റിയിൽ നിൽക്കുന്നതെന്നും എനിക്ക് എന്താണ് റോളെന്നും ഒക്കെ ഉള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതേപോലെ ഇൻറ്റിമസി വെസ് ഐസൊലേഷൻ ആണ് ഇപ്പം നമുക്ക് ചോദ്യമായിട്ട് ചോദിച്ചത്. യങ് അഡൽട്ട്ഹുഡാണ് ഇൻറ്റിമസി വെസ് ഐസൊലേഷൻ. ജനറേറ്റിവിറ്റി വെസ് സ്റ്റാഗ്നേഷൻ മിഡിൽ അഡൽട്ട്ഹുഡാണ്. അതായത് അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഏജ്, അതാണ് 40 മുതൽ 65 വയസ്സ് വരെയുള്ള ഏജ്. അടുത്ത സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അടുത്ത ജനറേഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം ഇൻറ്റഗ്രിറ്റി വെസ് ഡിസ്പെയർ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ലേറ്റ് അഡൽട്ട്ഹുഡാണ്. 65 മുകളിലേക്കുള്ള പ്രായത്തിൽ വരുമ്പോൾ ഇൻറ്റഗ്രിറ്റി വെസ് ഡിസ്പെയർ എന്ന് പറയുന്നതാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തു ഇതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോ, പ്രൊഡക്റ്റീവായിട്ട് ചെയ്തോ, ഞാൻ സക്സസ്ഫുൾ ആയിരുന്നോ, എനിക്ക് എന്തെങ്കിലും ഓരോ സ്റ്റേജിൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ടാണ് കടന്നു വന്നതെന്നൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തുന്ന ഒരു കാലഘട്ടം. അപ്പോൾ സക്സസ്ഫുൾ ലൈഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഞാനൊരു ഫെയിലിയർ ആയിരുന്നു എന്ന തോന്നലിൽ നിരാശയോടുകൂടി എൻഡ് ചെയ്യും. ഈ ഒരു കാലഘട്ടമാണ് അവസാനത്തെ ലേറ്റ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജും ഏതാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അതിനകത്തെ കണ്ടന്റുകളും അറിഞ്ഞിരിക്കണം. എറിക്സന്റെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇനിയാണെങ്കിലും നിങ്ങൾ അടുത്ത പ്രിപ്പറേഷനിലും വളരെ ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കേണ്ട ഒരു തിയറി ആയിട്ട് അതിനെ കാണാനായിട്ട് സാധിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജനറൽ പേപ്പറിൻ്റെ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ സ്പിരിച്വൽ ടീച്ചർ തൃത്തങ്കര ഈസ് റിലേറ്റഡ് ടു വിച്ച് റിലീജിയൻ? ഫിലോസഫിയിൽ നമ്മൾ ഹിന്ദുസം, സിക്കിസം, ബുദ്ധിസം, ജൈനിസം അല്ലേ, അങ്ങനെ പല ഇത് പറയാറുണ്ട്. അതിലെ ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ, അതുപോലത്തെ അവിടുത്തെ ചടങ്ങുകളുടെ, ഇപ്പോൾ പബ്ബജ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ ഓരോരോ ടേംസ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓരോന്നിനകത്ത് ഫിലോസഫിയിൽ ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ആ ചടങ്ങുകളും അതിലെ പേരുകളും ഓരോ ഉപനയന, അങ്ങനെ പല പല ടേംസ് നമ്മൾ പഠിക്കാറുണ്ട്. ബി എഡ് കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. ആ ടേംസ് എല്ലാം ഒന്ന് കുറിച്ച് വെച്ച് പഠിച്ചു. അങ്ങനെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ജൈനിസം, ഓപ്ഷൻ ഡി ആണ്. ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വേർഡ് വന്നിരിക്കുന്നത്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ടതും അഡീഷണൽ ആയിട്ട് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. അതിൽ നിന്ന് ചോദ്യങ്ങൾ ആവർത്തിച്ച് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ഹാസ് പ്രപ്പോസ്ഡ് ദാറ്റ് സെൻസസ് ആർ ദ ഗേറ്റ് വേസ് ഓഫ് നോളേജ്. അപ്പോൾ ഇനി ഓരോ ഫിലോസഫിയിലെ സ്കൂൾസ് അല്ലെങ്കിൽ ഫിലോസഫിയിലെ ബ്രാഞ്ചുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അവിടെ സെൻസസ് ആർ ദ ഗേറ്റ് വേസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് റിയലിസമാണോ, നാച്ചുറലിസമാണോ, ഐഡിയലിസമാണോ, എക്സിസ്റ്റൻഷ്യലിസമാണോ? സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് അറിവിലേക്ക് കിട്ടുന്നു, നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ അറിയാൻ ശ്രമിക്കുന്നത്, ഇതിലേത് ഇസത്തിലാണ് കൃത്യമായിട്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്? അത് നാച്ചുറലിസമാണ്. നാച്ചുറലിസത്തിലൂടെയാണ് അത് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കണം. ആൻസർ കീ ഉപയോഗിച്ചുകൊണ്ടുകൂടി നമ്മളതിനെ ക്രോസ് ചെക്ക് ചെയ്ത് വേണം ഫൈനൽ ആൻസറിലേക്ക് എത്താൻ. ചില കാര്യങ്ങൾ നമുക്ക് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസ് പോലും അവർ ആൻസർ കീയിൽ വരുന്ന സമയത്ത് അവരുടെ ആൻസർ പലപ്പോഴും വ്യത്യസ്തമായിട്ട് വരാറുണ്ട്. ഇനി നമുക്ക് നോക്കാം, നാച്ചുറലിസം ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? ലേണിംഗ് ത്രൂ ഡയറക്റ്റ് എക്സ്പീരിയൻസ്. അതായത് നമ്മുടെ ഡയറക്റ്റ് വേൾഡിനെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആൻഡ് സെൻസറി പെർസെപ്ഷൻ ഇറ്റ് ഹോൾഡ്സ് ദാറ്റ് സെൻസസ് ആർ ദ ഗേറ്റ് വേസ് ഓഫ് നോളജ്, മീനിങ് ദാറ്റ് നോളജ് കംസ് ഫ്രം ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് ദ നാച്ചുറൽ വേൾഡ്. ലോകത്തെ, നമ്മുടെ പ്രകൃതിയെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് നാച്ചുറലിസത്തിൻ്റെ അടിസ്ഥാനം. അതായിരുന്നു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അങ്ങനെയാണ് ഓരോന്നും നോക്കൂ. നേച്ചർ വെസ് സെൻസ് ആണെങ്കിൽ നേച്ചർ ആൻഡ് സെൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിലോസഫി. നാച്ചുറലിസത്തിൽ ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആണ് അവിടെ വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഐഡിയലിസത്തിൽ എങ്ങനെയാണ്? മൈൻഡിനും ഐഡിയാസിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ലേണിംഗ് ത്രൂ റീസണിങ് ആൻഡ് റിഫ്ലക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഇതെല്ലാം ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കീ പോയിന്റ്സ് ആണ്, കീ വേർഡ്സ് ആണ്. റിയലിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സയൻറ്റിഫിക് ഫാക്ട്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് റിയലിസം വരുന്നത്. ലേണിംഗ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ്, സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് വഴിയാണ് റിയലിസം മുമ്പോട്ട് പോകുന്നത്. എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ചോയ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ലേണിംഗ് ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇൻഡിവിജ്വൽ ആണ് ഈ എക്സിസ്റ്റൻഷ്യലിസത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന്. അപ്പോൾ ഒരുപാടെണ്ണം ഉണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ഓപ്ഷനിലെ ഓരോ പോയിന്റ്സാണ് നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അടുത്ത പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിലോസഫിയിലെ ഓരോ സ്കൂൾസും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നോക്കാം. ദ സ്കൂൾ ഓഫ് സൈക്കോളജി വിച്ച് പ്രിഫേഴ്സ് ഹ്യൂമൻ നീഡ് ഇൻ ഓൾ ആസ്പെക്ട്സ്. ദ സ്കൂൾ ഓഫ് സൈക്കോളജി വിച്ച് പ്രിഫേഴ്സ് ഹ്യൂമൻ നീഡ്സ് ഇൻ ഓൾ ആസ്പെക്ട്സ്. വീണ്ടും സൈക്കോളജിയിൽ ബിഹേവിയറിസം, സൈക്കോ
സൈക്കോ ആക്റ്റീവ്, ഹ്യൂമനിസം, സൈക്കോ അനാലിസിസ്, അങ്ങനെ പല സ്കൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഏതിലാണ് ഹ്യൂമൻ നീഡ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളത്? നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം, എബ്രഹാം മാസ്ലോയും കാൾ റോജറും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളൊരു ഏരിയ അല്ലേ, അത് ഹ്യൂമനിസമാണ്. ഹ്യൂമൻ നീഡ്സ്, ഹ്യൂമനിസം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ടുള്ള ഒരാൾ തെറ്റിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ആ ഓരോ സ്കൂൾസിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ ഹ്യൂമനിസം എന്ന് പറയുന്നത് പേഴ്സണൽ ഗ്രോത്തിനും ഫ്രീ വില്ലിനും സെൽഫ് ആക്ച്വലൈസേഷനും, ഈ വേർഡ്സ് ഓർത്തിരുന്നു കേട്ടോ, പേഴ്സണൽ ഗ്രോത്ത്, ഫ്രീ വില്ല്, സെൽഫ് ആക്ച്വലൈസേഷൻ, ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ദ ഹോൾ പേഴ്സൺ, വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇമോഷൻസ്, ക്രിയേറ്റിവിറ്റി, ഹ്യൂമൻ പൊട്ടൻഷ്യൽ റാദർ ദാൻ ജസ്റ്റ് ബിഹേവിയർ ഓർ അൺകോൺഷ്യസ് ഡ്രൈവ്സ്, വലിയ ഇമ്പോർട്ടൻസ് മനുഷ്യൻ്റെ വളർച്ചയ്ക്കും മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ ഹ്യൂമനിസത്തിലേക്ക് വരുമ്പോൾ പേഴ്സണൽ ഗ്രോത്തും ഫ്രീ വില്ലിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ ഹ്യൂമൻസ് ആർ നാച്ചുറലി ഗുഡ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അതായത് പ്രകൃതിയാൽ തന്നെ മനുഷ്യർ നല്ല മനുഷ്യരാണ് എന്നുള്ളതാണ് ഹ്യൂമനിസത്തിൻ്റെ ഐഡിയ. ബിഹേവിയറിസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ കണ്ടീഷനിങ്ങിനും ലേണിങ്ങിനും അല്ലേ, ബിഹേവിയറിസ്റ്റുകളെ കുറിച്ച് നമുക്കറിയാം, അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയാം, എക്സ്പെരിമെൻസിനെ കുറിച്ച് അറിയാം, അവരിലെ പ്രധാനപ്പെട്ട ആളുകൾ അവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നറും പാവലും എല്ലാം നമ്മൾ എക്സ്പെരിമെൻ്റ് അടക്കം പഠിക്കുന്നതാണ് ബിഹേവിയറിസം. ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടീഷനിങ്ങിലും ലേണിങ്ങിലൂടെ ആക്കിയെടുക്കുന്നതാണ്, എൻവയോൺമെൻറ്റിൽ നിന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ്. ബിഹേവിയർ ഈസ് ഷേപ്പ്ഡ് ബൈ എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ് അവിടുത്തെ ആശയം. സൈക്കോ അനാലിസിസ്, അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയുന്നതാണ് സൈക്കോ അനാലിസിസ്. സിഗ്മണ്ട് ഫ്രോയിഡിനൊന്നും മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയമാണ്. ബിഹേവിയർ ഇസ് ഡ്രിവൺ ബൈ ഹിഡൻ ആർക്സ്, അതാണ് സൈക്കോ അനാലിസിസിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. കൊഗ്നിറ്റീവ് സൈക്കോളജിയിലേക്ക് വരുമ്പോൾ തോട്ട് പ്രോസസ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ബിഹേവിയർ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ തിങ്കിങ് പാറ്റേൺസ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യൂ എന്ന് പറയുന്നത്, ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഓരോ സ്കൂൾസ് ഉണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻസും അതിൽ അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണെന്നുള്ളതിനൊക്കെ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ആ തിയറീസും പഠിക്കണം, ആ തിയറിക്കകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് സോഷ്യൽ, സൈക്കോളജിക്കൽ ആൻഡ് കൾച്ചറൽ ചേഞ്ച് ദാറ്റ് stems from the balancing of two cultures while adapting to the prevailing culture of the society. ഇപ്പം ഞാൻ സൈക്കോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാണിക്കുന്നുണ്ട്, ഫിലോസഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണിക്കുന്നുണ്ട്, ദെൻ ഇത് ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ബ്ലൂ പ്രിൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുള്ളതിന് കൃത്യം കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെടുത്ത് നിന്ന് കാണുക കേട്ടോ കാണാത്തവർ. ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സോഷ്യോളജിയിൽ നിന്നാണ്. സോഷ്യോളജിയിലെ ഈ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? Process of social, psychological and cultural change that stems from the balancing of two cultures while adapting to the prevailing culture of the society. അത് acculturation, cultural inertia, cultural lag, cultural diffusion, ഇതിലേതാണ്? ഇവിടെ കൾച്ചറൽ ഇനേർഷ്യ, കൾച്ചറൽ ലാഗൊന്നും അവിടെ ടേം വൈസ് നിങ്ങൾക്ക് അല്ല എന്ന് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. കൾച്ചറൽ ഡിഫ്യൂഷനും അക്കൾട്രേഷൻ, ഈ 2 വേർഡ്സാണ് നിങ്ങൾക്ക് ഡൗട്ട് വരാനായിട്ടുള്ള ചാൻസ്. എനിവേ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നിങ്ങൾക്ക് ഇത് രണ്ടും തമ്മിൽ മാറിപ്പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഓരോ ടേമും എന്താണ് എന്ന് ഉറപ്പായിട്ടും സോഷ്യോളജിയുടെ ഭാഗമായിട്ട് പഠിച്ച് പോകേണ്ട കാര്യങ്ങളാണ്. ഇവിടെ നോക്കൂ, കൾച്ചറൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടെൻഡൻസി ഓഫ് എ കൾച്ചർ ടു റെസിസ്റ്റ് ചേഞ്ച് ആൻഡ് സ്റ്റിക്സ് ടു ട്രഡീഷണൽ വാല്യൂസ്. ഫിസിക്സിൽ ഒരു ഇനേർഷ്യ പറയാറുണ്ട്. ഫിസിക്സിലെ ഇനേർഷ്യ എന്ന് പറയുന്നത് ഇന്നബിലിറ്റി ടു ചേഞ്ച് കറണ്ട് സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള അവസ്ഥയെ മാറാൻ താല്പര്യമില്ല, നമ്മൾ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ എതിർക്കുകയും സമൂഹത്തിലുണ്ടാകുന്ന ചേഞ്ചസിനെ ഒന്നും സമ്മതിക്കാണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് യാഥാസ്ഥിതികമായി ജീവിക്കുകയും ചെയ്യുന്നതിനാണ് കൾച്ചറൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് എന്താണ്? വെൻ കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസ് ടേക്ക് ടൈം ടു ക്യാച്ച് അപ്പ് വിത്ത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. അതായത് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഇനി കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താണ്? the spread of cultural elements, ideals, beliefs, technologies from one culture to another. ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേംസ് നേരത്തെ നമ്മൾ ആൻസർ പറഞ്ഞത് ഓൾറെഡി നിങ്ങൾ ആ ടൈം അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ ടൈമും എന്താണെന്ന് അറിഞ്ഞിരുന്നു, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡാഷ് ആർ എബിലിറ്റീസ് ഫോർ അഡാപ്റ്റീവ് ആൻഡ് പോസിറ്റീവ് ബിഹേവിയർ that enable human to deal effectively with the demands and challenges of life. അപ്പോൾ ഇതിൽ ഏതാണ്? സോഫ്റ്റ് സ്കില്ലാണോ, ലൈഫ് സ്കില്ലാണോ, ടെക്നിക്കൽ സ്കില്ലാണോ, എസ്തെറ്റിക് സ്കില്ലാണോ? അവിടെ ഡെഫിനിഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡാഷ് ആർ എബിലിറ്റീസ് ഫോർ അഡാപ്റ്റീവ് ആൻഡ് പോസിറ്റീവ് ബിഹേവിയർ ദാറ്റ് എനേബിൾ ഹ്യൂമൻ ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദ ഡിമാൻഡ്സ് ആൻഡ് ചലഞ്ചസ് ഓഫ് ലൈഫ്. ഡിമാൻഡ്സും ചലഞ്ചസിനെയും എഫക്റ്റീവായി ഡീൽ ചെയ്യാനുള്ള ആ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേര് അതാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. ലൈഫ് സ്കില്ലിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലൈഫ് സ്കിൽസ് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്കിനെ കാണാം.
സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ സക്സസ്. പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ സക്സസിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽസാണ് സോഫ്റ്റ് സ്കിൽസ് എങ്കിൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള സ്കിൽസിന് ജോബ് സ്പെസിഫിക് എബിലിറ്റീസ് ആണ്, അല്ലെങ്കിൽ കോഡിങ്, മെഷീനറി ഓപ്പറേഷൻ, അങ്ങനത്തെ ടെക്നിക്കൽ സ്കില്ലിനെയാണ് നമ്മൾ ആ ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത്. എസ്തെറ്റിക് ആയിട്ടുള്ള സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനാണ്. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്കിൽസാണ് എസ്തെറ്റിക് സ്കിൽസ്. ഇപ്പോൾ പെയിൻറ്റിങ്, മ്യൂസിക് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. മറ്റത് ലൈഫ് സ്കില്ലായിരുന്നു നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഓരോന്നും ക്വസ്റ്റ്യനായിട്ട് അവിടെ വരാവുന്ന വേർഡ്സാണ്, ഇമ്പോർട്ടൻറ്റ് വേർഡ്സാണ്. നോട്ട് ചെയ്തേക്കുന്നതിന് മുമ്പും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയയാണ്. അങ്ങനെയാണ് അടുത്ത് നോക്കാം. ദ ബെസ്റ്റ് ടീച്ചിങ് എയ്ഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ടീച്ച് ദ പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം ദ പവർ സ്റ്റേഷൻ ടു ഡൊമസ്റ്റിക് പർപ്പസ്. അതായത് ക്ലാസ് റൂമിൽ ടീച്ചിങ് മെത്തേഡ്സ്, ടീച്ചിങ് മെത്തഡോളജി, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ തിയറീസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്കിൽസ്, ഇതിനെക്കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ പറയുന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഇതിൽ ഏത് ടീച്ചിങ് എയ്ഡിനെ ഉപയോഗിക്കാം? പെഗ് ബോർഡ്സ്, വിവേറിയം, ഡയോറമ, ബുള്ളറ്റിൻ ബോർഡ്. ഓരോന്നും എന്താണെന്നറിയണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആൻസർ ഡയോരമയാണ്. ഡയോരമ, ഓപ്ഷൻ സി ഡയോരമയാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഡയോരമ എന്ന് പറയുന്ന ഒരു 3 ഡൈമെൻഷണൽ മോഡലാണ്. 3 ഡൈമെൻഷണൽ മോഡലാണ്. അത് എന്താണ്? ഈ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷനൊക്കെ നമുക്ക് 3 ഡൈമെൻഷനായിട്ട് എങ്ങനെ പോകുന്നു കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയോരമയാണ്, 3 ഡൈമെൻഷണൽ മോഡലായിട്ടുള്ള ഡയോരമയാണ് അതിലേറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ, മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്ന് പറയുന്നത്. അത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും വേരിയസ് കമ്പോണൻസിനും, പവർ ലൈൻസിനും, ട്രാൻസ്ഫോമേഴ്സും, ഹോംസും, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഫ്ലോയും കാര്യങ്ങളൊക്കെ 3 ഡൈമെൻഷനായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഡയോരമ തന്നെയാണ്. അങ്ങനെയാണ് പെഗ് ബോർഡ്സ് എന്താ? യൂസ്ഫുൾ ഫോർ ഇലുസ്ട്രേറ്റിംഗ് ഫിസിക്കൽ ഓർ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്. എന്താണ് ഫിസിക്കൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റിനെ ഇലുസ്ട്രേറ്റ് ചെയ്യാൻ പെഗ് ബോർഡ് ഉപയോഗിക്കാം. പക്ഷേ ഇത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ്സിന്, ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പോലുള്ള കാര്യങ്ങളെ പെഗ് ബോർഡ്സിലൂടെ കാണിക്കുന്നതിന് പരിമിതികളുണ്ട്. അത് ഫിസിക്കൽ ഓർ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റിനെ കാണിക്കാനായിട്ടാണ് പെഗ് ബോർഡ്സ് ഉപയോഗിക്കുക. വിവേറി എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറിനകത്ത് എൻവയോൺമെൻറ്റിലെ ഇൻപുട്സ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസിനെ നമ്മൾ അതിനകത്ത് കാണിക്കുകയാണ് അല്ലേ. അവിടെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പോലുള്ള കാര്യങ്ങളല്ല വരുന്നത്, ജീവനുള്ളവയെ നമ്മൾ ബയോളജിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിക്കാനായിട്ടാണ് വിവേറിയം ഉപയോഗിക്കുന്നത്. ബുള്ളറ്റിൻ ബോർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ്. ഇൻഫർമേഷനും പോസ്റ്ററുകളും ചാർട്ട്സും ന്യൂസ് കട്ടിങ്സും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കാണിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കാണിക്കുന്നതാണ് ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറയുന്നത്. 3 ഡൈമെൻഷണൽ എക്സ്പീരിയൻസ് നൽകാനായിട്ട് ഡയോരമ പോലെയുള്ള കാര്യങ്ങളിൽ തരുന്ന പോലെ ബുള്ളറ്റിൻ ബോർഡിന് സാധിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഓരോന്നും അതുപോലെ ടീച്ചിങ് എയ്ഡ്സ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചു. ഏതിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അങ്ങനെയാണ് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ദ സൈക്കോളജിക്കൽ തിയറി ഓഫ് ഇൻ്റലിജൻസ് വിച്ച് ഡിസ്ക്രൈബ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേഷൻസ്, കണ്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. സൈക്കോളജി തിയറീസ് എല്ലാം നന്നായിട്ട് പഠിക്കണം. സൈക്കോളജി എന്ന് ഞാൻ പറഞ്ഞല്ലോ 14ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ എക്സാമുകളിൽ. 14-17 ക്വസ്റ്റ്യൻസ് വരെ സൈക്കോളജിയിൽ നിന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. സൈക്കോളജിയുടെ ക്ലാസ് റൂം ആപ്ലിക്കേഷനായിട്ട് ടീച്ചിങ് പെഡഗോഗിലും അത് വരാറുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം പഠിച്ചു തീർക്കേണ്ട ഒരു ഏരിയയാണ് സൈക്കോളജി തിയറീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് തിയറി ആണോ, സ്പിയർമാൻസ് തിയറി ആണോ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആണോ, തേഴ്സ്റ്റൺസ് ഇൻ്റലിജൻസ് തിയറി ആണോ, ഇതിൽ ഏതാണ്? ഓപ്പറേഷൻ, കണ്ടൻറ്റ് ആൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. SI മോഡൽ, സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് മോഡൽ എന്ന് പറയുന്നതാണ് അവിടെ വരുന്നത്. അതിനകത്ത് 3 കാര്യങ്ങളാണ് ഓപ്പറേഷൻ, കണ്ടൻറ്റ് ആൻഡ് പ്രോഡക്ട്സ്. SI മോഡൽ എന്ന് പറയുന്നത്. അതായത് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് തിയറി എന്ന് പറയുന്നത് ആരാ നൽകിയ? JP ഗിൽഫോർഡാണ്. പേരോർത്തിരുന്നു കേട്ടോ, പേരടക്കം ചോദിച്ചിട്ടുണ്ട്. ആരുടേതാണെന്നുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗിൽഫോർഡിൻ്റെ SI മോഡലാണ്. ഇറ്റ് ഈസ് എ മോഡൽ ദാറ്റ് ഡിസ്ക്രൈബ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ആസ് എ കോംപ്ലക്സ് സിസ്റ്റം വിത്ത് മൾട്ടിപ്പിൾ കമ്പോണൻസ്. പല കമ്പോണൻസ് ഉള്ള ഒരു കോംപ്ലക്സ് സിസ്റ്റമായിട്ട് നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ കാണിക്കുന്നതാണ് SI മോഡൽ എന്ന് പറയുന്നത്. ഈ തിയറി പ്രകാരം ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ എബിലിറ്റി ആയിട്ടല്ല പറയുന്നത്, വേരിയസ് ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടേഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു കൊഗ്നിറ്റീവ് പെർഫോമൻസ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അതിനകത്താണ് ഗിൽഫോർഡ് മോഡൽ 3 കാര്യങ്ങളെ 3 ഡൈമെൻഷനായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. 3 ഡൈമെൻഷനായിട്ട് കാര്യങ്ങളെ ഇൻ്റലിജൻസിനെ കാണിച്ചിരിക്കുന്നു. അതിൽ ഓപ്പറേഷൻസ്, എന്താണ് നമ്മുടെ മൈൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് ദ മൈൻഡ് ഡസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നതിൽ നിൽക്കുന്നത്. കണ്ടൻറ്റ്, എന്ത് തരം ഇൻഫർമേഷനെയാണ് മൈൻഡ് പ്രോസസ്സ് ചെയ്യുന്നത്, അതിനെയാണ് കണ്ടൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, 2ാമത്തെ ഡൈമെൻഷൻ. 3ാമത് പ്രോഡക്ട്സ് ആണ്, ദ ഫോംസ് ഇൻ വിച്ച് ഇൻഫർമേഷൻ ഈസ് പ്രോസസ്ഡ്. ഇൻഫർമേഷൻ പുറത്തേക്ക് പ്രോസസ്സ് ചെയ്യുന്ന ഏത് രീതിയിലാണ്.
എന്തിനെക്കുറിച്ചാണ്, എന്താണ് ചെയ്യുന്നതെന്നുള്ള ഓപ്പറേഷൻ, എന്തിനെക്കുറിച്ചാണെന്നുള്ളത് കണ്ടൻറ്റ്, എന്താണ് അതിൻ്റെ ഏത് ഫോമിലേക്കാണ് പുറത്തേക്ക് വരുന്നതെന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നുള്ള പ്രോഡക്റ്റ്സ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഓപ്പറേഷനകത്ത് ആരൊക്കെയുണ്ട്, കണ്ടൻറ്റിനകത്ത് ആരൊക്കെയുണ്ട്, പ്രോസസ്സിനകത്ത് ആരൊക്കെയുണ്ട്, അതിൽ പെടുന്ന ആരൊക്കെയാണ്, ഈ 3 ഡയമെൻഷനായിട്ട് വരുന്നതിൽ ഓരോന്നിനും ആരൊക്കെ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്താണ് മനസ്സ് ചെയ്യുന്ന കാര്യം എന്നുള്ളതിനെ കുറിച്ചിട്ട്, മെൻ്റൽ പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ്, പ്രോബ്ലം സോൾവിങ്, തിങ്കിങ് പോലുള്ള മെൻ്റൽ പ്രോസസ്സുകളെ കുറിച്ചിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഗിൽഫോർഡ് 5 കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓപ്പറേഷൻസിനകത്ത് ഗിൽഫോർഡ് ഉൾപ്പെടുത്തിയ 5 കാര്യങ്ങൾ കൊഗ്നിഷൻ, മെമ്മറി റിട്ടൻഷൻ, ഇവാലുവേഷൻ, പ്രൊട്ടക്ഷൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട ടൈപ്സ്. അപ്പോൾ ഇതിലേതാണ് ഓപ്പറേഷനിൽ പെടുന്നത്, ഓപ്പറേഷനിൽ പെടാത്തത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇനിയും വരും, ഇമ്പോർട്ടൻ്റ് ആണ്. എസ്ഐ മോഡൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോണം. അടുത്തത് കണ്ടൻറ്റിനകത്ത് വരുന്നത് ഏതാണ്, കണ്ടൻറ്റിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫിഗറൽ കണ്ടൻറ്റ്, സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സെമൻറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ബിഹേവിയറലായിട്ടുള്ള, ഫിഗറൽ, സിംബോളിക്, സെമൻറ്റിക് ആൻഡ് ബിഹേവിയറൽ 4 പ്രധാനപ്പെട്ട കണ്ടൻറ്റ്സ്. ദെൻ അടുത്തത് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതിനകത്ത് യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ 3-നകത്തും വരുന്നത് ഏത് വരാത്തത് എന്ന് ചോദ്യം വരാറുണ്ട്. ആ ടേംസ് ഉറപ്പായിട്ടും പഠിച്ചേക്കണം. ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് SI മോഡലൊക്കെ പഠിച്ചു വെച്ചു. ആവർത്തിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സൈക്കോളജിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് സെറ്റിനെ സംബന്ധിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫൊണോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ ചൈൽഡ്. ഫോണോളജി എന്ന് പറയുന്നത് ലാംഗ്വേജ് പെഡഗോഗിയിൽ നമ്മൾ പറയുന്നതാണ്. സംസാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫൊണോളജിക്കലായിട്ട് അല്ലേ, സംസാരിക്കുന്ന രീതികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ വേർഡ്സ് യൂസ് ചെയ്യുന്നതൊക്കെ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുക. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസിങ് കറക്റ്റ് വേർഡ് ഓർഡർ, അത് ഫൊണോളജിക്കലാണോ? ഡെവലപ്പിംഗ് എ വൊക്കാബുലറി ഓഫ് വേർഡ്സ് ആൻഡ് മീനിങ്, വാക്കുകൾ പഠിക്കുക, അതിൻ്റെ അർത്ഥം പഠിക്കുകയും ചെയ്യുന്നതാണോ? അക്വറിങ് ആൻഡ് പ്രൊഡ്യൂസിങ് സ്പീച്ച് സൗണ്ട്സ്, അല്ലേ, എങ്ങനെ സംസാരിക്കുന്നു, സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ച് പറയുന്നതാണ് ഫൊണോളജി. നമ്മൾ ഓൾറെഡി പറഞ്ഞു. യൂസിങ് ലാംഗ്വേജ് അപ്രോപ്രിയറ്റ്ലി ഇൻ സോഷ്യൽ സിറ്റുവേഷൻ, അതുമല്ല. പിന്നെ ഏതാണ്? ഓപ്ഷൻ സി അവിടെ നമ്മൾ പറഞ്ഞ മീനിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് കിടപ്പുള്ളൂ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. അപ്പോൾ കണ്ടോ എന്തോരം ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഇത് പെഡഗോഗിയിലേക്ക് കണക്ട് ചെയ്യുന്ന സൈക്കോളജിയുടെ കൺസെപ്റ്റുകളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സൈക്കോളജി പെഡഗോഗി ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ലാസ്റ്റ് ടൈം അതുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചിങ് മെത്തേഡ്സും കാര്യങ്ങളും എല്ലാം കൂടി ചേർത്താൽ സൈക്കോളജി പ്ലസ് ടീച്ചിങ് പെഡഗോഗിയായിട്ട് ബന്ധപ്പെട്ട് 28 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തവണ ഈ ലാസ്റ്റ് നടന്ന സെറ്റിൻ്റെ എക്സാമിൽ വന്നിട്ടുള്ളത്. ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് എഡ്യൂക്കേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. 2025 ജനുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രം എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് അത് കൃത്യമായിട്ട് ഓർഡർ അടക്കം, ഇയർ അടക്കം, ഓരോ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് അടക്കം പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അവിടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ നോളജ് കമ്മീഷൻ, ഇതിലേതാണ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ UGC അടക്കമുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് അല്ലെങ്കിൽ ഒരു കമ്മീഷനായിട്ട് വന്നതാണ്. 1948-49 കാലഘട്ടത്തിൽ വന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ആ പേര് മറക്കരുത്, ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഫിലോസഫിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് പോരാത്തതിനാണ് ഈ പറയുന്ന ആദ്യത്തെ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഫിലോസഫറായിരുന്ന അദ്ദേഹത്തെയാണ് ചെയർമാനായിട്ട് നിയമിക്കുന്നത്. എഡ്യൂക്കേറ്ററാണ്, പിന്നീട് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇൻക്ലൂഡിംഗ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇറ്റ് എയിംസ് ടു സജസ്റ്റ് റീഫോം ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് accessibility of university education in country. അതായത് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ കാര്യങ്ങൾ പഠിച്ചത്. രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിൽ അണ്ടറിൽ ഉണ്ടായിരുന്നൊരു കമ്മീഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെ പറഞ്ഞു. UGC അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 52-53 കാലഘട്ടത്തിലാണ് വന്നത്. സെക്കൻഡറി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് ഫോക്കസ് ചെയ്ത്. NEP, അതിനുശേഷം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നു 86-ലും 92-ലും. പിന്നീട് നമ്മൾ 2020 പുതിയ NEP ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തെല്ലാം രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റാണ് ഇന്ത്യയിൽ വരേണ്ടത്, അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചിട്ട്, ഈക്വാലിറ്റിയെക്കുറിച്ചിട്ട്, ഈക്വിറ്റിയെക്കുറിച്ചിട്ട്, ആക്സസിനെ കുറിച്ചിട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. ദെൻ നാഷണൽ നോളജ് കമ്മീഷൻ 2005-2009 കാലഘട്ടത്തിലൊക്കെ ആയിട്ട് വന്നതാണ്. എയിംഡ് അറ്റ് പ്രൊമോട്ടിംഗ് ആൻഡ് എൻഹാൻസിങ് ഇന്ത്യാസ് നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ്, അഡ്രസ്സിങ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഫോസ്റ്ററിങ് ഇന്നൊവേഷൻസ്, ഇതൊക്കെയായിരുന്നു നോളജ് കമ്മീഷൻ, നാഷണൽ നോളജ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ ഓപ്ഷനിലുള്ള ഓരോ ടൈമും എന്താണ്, അതിൻ്റെ ഇയറൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തു പോയതാണ്. ഇത് മാത്രമല്ല ഒരുപാട് കമ്മീഷനുകളെക്കുറിച്ചിട്ട് കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അതേ വർഷം 2025 ജനുവരിയിൽ ചോദിച്ച വീണ്ടും അതേ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, കമ്മീഷൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്
മാച്ച് ദ ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ വരുമ്പോൾ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ളതിനെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രാധാകൃഷ്ണൻ കമ്മീഷൻ നമ്മളിപ്പോൾ പറഞ്ഞു തീർന്നു. മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, സാം പിറ്റോഡ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 3 year of degree and 4 year of honor degree system. Integrating secondary and higher education. Reforms to transform India into a knowledge economy. Introduction of 3 year secondary and 4 year higher education system. ഇതിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് ശ്രമിച്ച് നോക്കുക, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ ആൻസറായിട്ട് തന്നെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓപ്ഷൻസ് കാണിക്കാം. ഇതാ ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ എലിമിനേഷൻ മെത്തേഡ് വഴി അതിൻ്റെ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. ഇൻ്റഗ്രേറ്റിംഗ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആശയം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതേപോലെ തന്നെ B4 C1 D3 ആണ് ആൻസറായിട്ട് വരുന്നത്. B4 ഏതാണ്? മുതലിയാർ കമ്മീഷൻ ഇൻട്രൊഡ്യൂസിങ് 3 year സെക്കൻഡറി ആൻഡ് 4 year ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം അവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 3 year ഡിഗ്രി ആൻഡ് 4 year ഓഫ് ഓണർ ഡിഗ്രി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. ദെൻ സാം പിറ്റോഡ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് റീഫോം ടു ട്രാൻസ്ഫോം ഇന്ത്യ ഇൻറ്റു നോളജ് എക്കോണമി എന്നുള്ളതാണ് അവരുടെ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും അറിയാമെങ്കിൽ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബാക്കി അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റും എന്നുള്ളതാണ്. കുറച്ച് ഇൻഡെപ്ത് ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ അടിച്ച് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കമ്മീഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളെക്കുറിച്ച് അവരുടെ നിർദ്ദേശങ്ങളടക്കം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അതിൽ നിന്ന് ആവർത്തിച്ച് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇയറുകളടക്കം പ്രധാനപ്പെട്ട ചെയർമാൻ ആരൊക്കെയായിരുന്നു എന്നടക്കം സിമ്പിൾ ക്വസ്റ്റ്യൻസും അതിലെ കമ്മീഷൻ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഐഡിയ വ്യൂ ദാറ്റ് ടീച്ചേഴ്സ് ഷുഡ് ബി റെസ്പോൺസിബിൾ ആൻഡ് ആൻസറബിൾ ഫോർ ദെയർ ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് ദ റിസൾട്ട് ദൈ അച്ചീവ്ഡ് വിത്ത് ദെയർ സ്റ്റുഡൻറ്റ് ഈസ് ടീച്ചർ കോമ്പിറ്റൻസി, അക്കൗണ്ടബിലിറ്റി, ഓട്ടോണമി, പ്രൊഫഷൻസ്. ടീച്ചറുടെ ക്വാളിഫിക്കേഷൻസ്, ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ ചില ടേംസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം, ചോദിക്കാറുണ്ട്. റെസ്പോൺസിബിൾ ആൻഡ് ആൻസറബിൾ ആ ടൈമിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. കോമ്പിറ്റൻസി ആണോ, അക്കൗണ്ടബിലിറ്റി ആണോ, ഓട്ടോണമി ആണോ, പ്രൊഫഷൻസി ആണോ അതിൽ വരിക? തീർച്ചയായിട്ടും അത് അക്കൗണ്ടബിലിറ്റി ആണ്. അതായത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ആൻസറബിളും ആണ് ചില കാര്യങ്ങൾക്ക് അല്ലേ, അത് നമ്മുടെ അക്കൗണ്ടബിലിറ്റി ആണ്. കോമ്പിറ്റൻസിയിൽ വരുന്ന ആ ടേം എന്താ? ഓട്ടോണമി, പ്രൊഫഷൻസി, അതൊന്നും അവിടെ സ്യൂട്ടാവില്ല. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ആശയം മാത്രമേ നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ടൈംസ് ഓരോന്നും പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ചോദ്യം നോക്കൂ. എ പ്രോസസ് ഓഫ് സെൽഫ് ഇവാലുവേഷൻ ആൻഡ് ഒബ്സർവേഷൻ ദാറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ഇംപ്രൂവ് ദെയർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് സ്ട്രാറ്റജി. സെൽഫ് ഇവാലുവേഷൻ എന്ന് കാണുമ്പോൾ തന്നെ ടീച്ചിങ് പ്രാക്ടീസ് ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസ് ആണോ, റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ആണോ, ബ്ലെൻഡഡ് ലേണിംഗ് ആണോ? സെൽഫ് ഇവാലുവേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യാണ്. റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്, റിഫ്ലക്റ്റീവ് ജേണലൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരല്ലേ നിങ്ങൾ? സിമ്പിളായിട്ട് അതിൻ്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. B.Ed കാലത്ത് നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ സിസ്റ്റം ഓഫ് അസസ്മെൻറ്റ് വേർ എ ടീച്ചർ compares a student's performance to that of their peers rather than to predetermined standard is dash grade. ഏതാണ്? സ്റ്റുഡൻസിനെ അവരുടെ പെർഫോമൻസ് വെച്ചിട്ട് പിയേഴ്സിൻ്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. റിലേറ്റീവ് ഗ്രേഡിംഗ് ആണോ, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണോ, നോം ബേസ്ഡ് ആണോ, ക്രൈറ്റീരിയൻ ബേസ്ഡ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗ്രേഡിംഗ് എന്ന് പറയുന്നത് നോം ബേസ്ഡ് ആണ് ആൻസറായിട്ട് വരുന്നത്. നോം ബേസ്ഡ് ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ റിലേറ്റീവ് ഗ്രേഡ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡൻസ് പെർഫോമൻസ് ഈസ് കമ്പയർഡ് ടു ദ പെർഫോമൻസ് ഓഫ് ദെയർ പിയേഴ്സ്. ദ ഗ്രേഡ് ഈസ് ബേസ്ഡ് ഓൺ ഹൗ വെൽ എ സ്റ്റുഡൻറ്റ് ഡസ് ഇൻ റിലേഷൻ ടു അതേഴ്സ് ഇൻ ദ ക്ലാസ് റാദർ ദാൻ ആൻ അബ്സല്യൂട്ട് സ്റ്റാൻഡേർഡ്. അബ്സല്യൂട്ട് സ്റ്റാൻഡേർഡിനെ അവിടെ വെക്കുന്നില്ല അല്ലേ. പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് ഉള്ളതാണ് നോം റെഫറൻസ്. അങ്ങനെ ഒരു പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് ഇല്ലാതെ കമ്പയർ ചെയ്യുന്നതാണ്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. റാദർ ദാൻ ആൻ അബ്സല്യൂട്ട് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു വൺ അനദറേ ഉള്ളൂ. ഒരു സ്റ്റാൻഡേർഡ് അവിടെ സെറ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ അവിടെ പറയുന്ന നോക്കിയേ. ഇഫ് എ ക്ലാസ് ഈസ് ഗ്രേഡഡ് ഓൺ എ curve, the top 100% or 10% of the students might receive an A, the next 20% a B, and so on. The distribution of grades is adjusted based on the performance of the whole group. മൊത്തം ഗ്രൂപ്പിൻ്റെ പെർഫോമൻസിനെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരത്തെ സെറ്റ് ചെയ്തൊരു സ്റ്റാൻഡേർഡ് അവിടെ ഇല്ല. മൊത്തം ഗ്രൂപ്പിൻ്റെ പെർഫോമൻസിനാണ് അവിടെ എടുക്കുന്നത്. അബ്സല്യൂട്ട് ഗ്രേഡിങ്ങിലേക്ക് വരുമ്പോൾ സ്റ്റുഡൻസ് ആർ ഗ്രേഡഡ് അക്കോർഡിംഗ് ടു ഫിക്സഡ് സ്റ്റാൻഡേർഡ് ആണ്. ഫിക്സഡ് സ്റ്റാൻഡേർഡ് അവിടെ ഉണ്ട് വിത്തൗട്ട് റെഫറൻസ് ടു ഹൗ അതേഴ്സ് പെർഫോം. അവിടെ ഫിക്സഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്, പക്ഷേ മറ്റുള്ളവർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അബ്സല്യൂട്ട് ഗ്രേഡിങ്ങിൽ വരുന്നില്ല. ഇവിടെ ഫിക്സഡ് സ്റ്റാൻഡേർഡ് ഇല്ല, പക്ഷേ പെർഫോമൻസിനെ കമ്പയർ ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. അവിടെ റിലേറ്റീവ് ഗ്രേഡിങ്, റിലേറ്റീവ് അബ്സല്യൂട്ടിങ് മനസ്സിലായല്ലോ. ക്രൈറ്റീരിയൻ ബേസിലേക്ക് വരുമ്പോൾ എന്താ? സ്റ്റുഡൻസ് ആർ അസസ്ഡ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് പ്രീ ഡിറ്റർമിൻ ക്രൈറ്റീരിയ ഓഫ് ഓർ ലേണിംഗ് ഔട്ട്കംസ്. ക്രൈറ്റീരിയാസിനെ ലേണിംഗ് ഔട്ട്കംസിനെ വെച്ചുകൊണ്ടാണ് ക്രൈറ്റീരിയൻ ബേസ്ഡ് ഗ്രേഡിങ് വരുന്നത്. അവരെങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട്
കമ്പയർ ചെയ്തല്ല വരുന്നത്, നേരെ പഠിച്ച് അവരുടെ ലേണിംഗ് ഔട്ട്കമ്മിനെ വെച്ചുകൊണ്ടാണ് അവിടെ വാല്യൂ ചെയ്യുന്നത്. ദ ഫോക്കസ് ഈസ് ഓൺ ഹൗ വെൽ എ സ്റ്റുഡൻറ്റ് മീറ്റ്സ് ദിസ് സ്റ്റാൻഡേർഡ്സ് റാദർ ദാൻ ഹൗ ദേ കമ്പയർ ടു അതർ സ്റ്റുഡൻസ്. ദ ക്രൈറ്റീരിയൻ ആർ യൂഷ്വലി ഡീറ്റെയിൽഡ് ആൻഡ് സെറ്റ് ബിഫോർ ദ അസസ്മെൻറ്റ്. നേരത്തെ തന്നെ തീരുമാനിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വ്യത്യാസം മനസ്സിലായിട്ടുള്ളല്ലോ. ഇവിടെ എന്താ നോം എന്ന് പറയുമ്പോൾ അവിടെ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അവിടെ സിസ്റ്റം ഓഫ് അസസ്മെൻറ്റ് വേറെ ടീച്ചർ കമ്പയർ സ്റ്റുഡൻസ് പെർഫോമൻസ് മറ്റുള്ളവരുമായിട്ട് പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അവിടെ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡും ഉണ്ട്. അതാണ് നോം ബേസ്ഡ് വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് നിങ്ങൾ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷനെയും കാണണം. പല ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ട ഒരു 15 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് 60 ക്വസ്റ്റ്യൻസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ 60 മാർക്ക് നമ്മൾ ജനറൽ നോളേജ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുണ്ട്. ഇതിലെ പല ക്വസ്റ്റ്യൻസുമായിട്ട് സെലക്ട് ചെയ്ത ലാസ്റ്റ് 2025 ജനുവരിയിൽ നടന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ അധ്യാപകർ, നമ്മുടെ ടീം ഓഫ് ടീച്ചേഴ്സ്, ജനറൽ പേപ്പർ എടുക്കുന്ന അധ്യാപകർ ഓരോരുത്തരും നിങ്ങളിലേക്ക് ഇതിൻ്റെ വിശദമായ ഡിസ്കഷനുമായിട്ട് എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവും. അടുത്ത സെറ്റിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എൻട്രിയിൽ ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച കോഴ്സ്, ഏറ്റവും പുതിയ കോഴ്സുകളാണ് എൻട്രി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന കാര്യത്തിൽ തർക്കമില്ല. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 6 മാസം കൊണ്ട് അടുത്ത സെറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തീർക്കണം. നിങ്ങൾക്ക് അതിന് സാധിക്കും. 70 മാർക്ക് ജനറൽ പേപ്പറിലും 48 മാർക്കെങ്കിലും സബ്ജക്ട് പേപ്പറിലും സ്കോർ ചെയ്യുക എന്നുള്ളതാവട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അടുത്ത സെറ്റ് നിങ്ങൾക്കുള്ളതാണ്. സെറ്റാവാൻ എൻട്രി റെഡിയാണ്. എല്ലാ ആശംസകളും. വീണ്ടും കാണാം.